ഹായ്, ബോച്ചേറ്റി ലക്കി ഡ്രോ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10 ലക്ഷം രൂപയാണ് ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നമ്മൾ വിജയിക്ക് നൽകുന്നത്. കൂടാതെ 25,000, 10,000, 5,000, 1000, 100 എന്നിങ്ങനെ 13,704 ക്യാഷ് പ്രൈസസ് ആണ് നമുക്കുള്ളത്. കൂടാതെ 25 കോടിയുടെ ബമ്പർ സമ്മാനം. അപ്പോൾ ഇന്നത്തെ വിജയം അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാം. കേരളത്തിലെ തന്നെ ആദ്യത്തെ ടോഡി പബ്ബായിട്ടുള്ള ബോച്ചെ ടോഡി പബ് ഇൻ വൈപ്പിൻ കൊച്ചിയിലാണ് ഞാനുള്ളത്. ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമുക്ക് കൊച്ചിയിലെ തന്നെ ഒരു ഡൈനിങ് ഏരിയാസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിംഗ് ആണല്ലോ. ഇവിടെ അതിവിപുലമായ ഒരു പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മറ്റൊരു ലോകമാണ്. നമുക്ക് തന്നെ അന്നത്തെ ദിവസം ഒരു സ്പെഷ്യലാക്കി മാറ്റാൻ പറ്റിയ ഒരു ബോച്ചെ ലോകം തന്നെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ബോട്ടിംഗ്, ഫിഷിംഗ്, സ്നൂക്കർ ടേബിൾ, കൂടാതെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഡോനറ്റ് ബോട്ടിംഗ് ആണ്. അതായത് ബോട്ടിങ്ങിലൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിംഗ് എൻജോയ് ചെയ്യാമെന്നുള്ള ഒരു അടിപൊളി ബോട്ടിംഗ് കോൺസെപ്റ്റാണത്. കൂടാതെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. പിന്നെ പാരൻസ് കുട്ടികളുമായിട്ട് വരികയാണെങ്കിൽ അവരെ നേരെ നമുക്ക് വിട്ടേക്കാം. ഒരു സേഫ് ആയിട്ടുള്ളൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് പൊളിച്ച് ആ ദിവസം സൂപ്പർ ആക്കാനുള്ള ഒരു സ്പെഷ്യൽ സ്പോട്ടാണ്. ശുദ്ധമായ കള്ള് സെർവ്ഡ് വിത്ത് ട്രഡീഷണൽ ഓതന്റിക് കേരള ഫുഡ് സെർവ്ഡ് ഇൻ എ കണ്ടംപററി സ്റ്റൈൽ. അതാണ് ബോച്ചെ പബിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഇന്നത്തെ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോവാണ്. വിന്നറിന്റെ പേര് ആൻസിയ എന്നാണ്. ആൻസിയെ നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. ആൻസിയുടെ ഒരു റിയാക്ഷൻ അറിയാം. ആൻസിയ എത്ര എക്സൈറ്റഡ് ആണെന്ന് നമുക്ക് നോക്കിക്കാണാം. അപ്പൊ ഞാൻ ആൻസിയെ വിളിക്കാൻ പോവാണേ. ആൻസിയാണോ? ആൻസി, എൻ്റെ പേര് ടിൻഡു എന്നാണ്. ഞാൻ ബോച്ചെ ടീ എന്നാണ് വിളിക്കുന്നത്. ആൻസി വീട്ടിലാണോ? എന്താ ആൻസി എന്ത് ചെയ്യണു? ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുക. ടീച്ചറാണോ? ടീച്ചറല്ല, ഇപ്പം ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഓ, ഓക്കെ ഓക്കെ. അപ്പൊ സ്കൂള് തുറന്നല്ലോ അല്ലേ? വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു. കൊള്ളാം. ഏത് സ്കൂളിലാ? അടുത്തൊരു സ്കൂളിലാണ്, YMM സെൻട്രൽ സ്കൂൾ. ഓക്കെ ഓക്കെ. ഞാനപ്പോ ബോച്ചെ ടീയുടെ ടീമിൽ നിന്ന് വിളിക്കുകയാണ്. കൂടാതെ ഞാനിപ്പോൾ ഉള്ളത് ആക്ച്വലി ബോച്ചെ ടോഡി പബ്ബിലാണ്. വന്നിട്ടുണ്ടോ ആൻസിയ ഇവിടെ? ഇല്ല, വന്നിട്ടില്ല. ഒരു ദിവസം ഫാമിലി ആയിട്ട് വരണം കേട്ടോ. നല്ല പ്ലേസ് ആണ്. ഫിഷിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, പിന്നെ എന്താ പറയുക, ചിൽഡ്രൻസിൻ്റെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. കൂടാതെ നല്ല ഓതന്റിക് ആയിട്ടുള്ള എന്താ പറയുക, നല്ല ഫുഡുണ്ട്, കേരള ഫുഡുണ്ട്. എല്ലാം നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്. ഒരു ദിവസം നമുക്ക് മൊത്തത്തിൽ എന്താ പറയുക, നല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഒരിക്കൽ ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കാത്ത എന്താ എന്നോട്? അതെന്തേലും ക്ലൂ കിട്ടിയോ? ക്ലൂ കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ ഇല്ല, എന്തോ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞേ. രാത്രി അപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് തരാനാണ് ഞാൻ ഈ പാതിരാത്രിക്ക് വിളിക്കുന്നത്. പാതിരാത്രി എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ 10 ലക്ഷം രൂപയുടെ ലക്കി ഡ്രോയിലെ വിന്നറാണ് ആൻസിയ. കൺഗ്രാറ്റുലേഷൻസ് മുത്തേ. ഞാൻ തന്നെ. സന്തോഷായോ? സന്തോഷായോ? ആദ്യം ഞാൻ ഒരു സെക്കൻഡ് തരാം. എന്റെ ഫ്രണ്ട് പറഞ്ഞു ഇത് എടുത്തത് തന്നെയാണ്. അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ തമാശക്ക് പറയുമായിരുന്നതല്ല. എനിക്ക് വയ്യ. ഏതാണോ ഫ്രണ്ട്? ഡിവിലക്ഷ്മ, അവിടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ ആള്. അവള് പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിച്ചെടുപ്പിച്ചതാ. ഓ, ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ കിട്ടാനും വേണം കേട്ടോ ഒരു ഭാഗ്യം. എന്റെ പേരാ. കൊള്ളാം. വീട്ടിലാരൊക്കെയുള്ളേ? വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, മദറിലും ഉണ്ട്, മോനും. എല്ലാവരോടും ഹാപ്പി ന്യൂസ് പറഞ്ഞോളൂ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഫോൺ കോള് നീട്ടിക്കുന്നില്ല. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി 10 ലക്ഷം രൂപ വെച്ച് എന്താ പരിപാടി? വിശ്വസിക്കാം. ആദ്യം ഒന്ന് വിശ്വസിച്ചിട്ട് നമുക്ക് പരിപാടി ഇടാതല്ലേ. അപ്പൊ കുറച്ച് ജാടയൊക്കെ ഇട്ട് അങ്ങോട്ട് പോയി എല്ലാ ഫാമിലിയോടൊക്കെ അങ്ങ് പറഞ്ഞേക്ക്. ഒരു എന്താ പറയാ, സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. ഒരു ചായപ്പൊടി വാങ്ങി, അത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിലേക്ക് ഒരു ചായപ്പൊടി വാങ്ങിച്ചപ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു വലിയൊരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ. എന്തായാലും അതെ, താങ്ക്സ് ടു ബോച്ചെ അല്ല ഇത്രയും നല്ലൊരു കാര്യത്തിന്. അയാള് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിട്ടില്ല. പുള്ളിക്കാരി കണക്ക് ഇത്രയും പ്രൈസ് ഒക്കെ കിട്ടുമെന്നൊക്കെ അന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ എനിക്കൊരു ഭാഗ്യമില്ല, എനിക്ക് കിട്ടത്തൊന്നും ഇല്ല, പിന്നെ നീ പോയെന്ന് പറഞ്ഞ അവളെ കളിയാക്കി. അപ്പോ എന്തായാലും ഭാഗ്യം മനസ്സിലായി. അവളറിയുമ്പോ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. സത്യമാണ്, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ. കൊള്ളാം. ഇതെങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും. എന്തായാലും ഒരു 2 സെക്കൻഡ് ഫോൺ വെച്ച് കഴിഞ്ഞിട്ടൊന്ന്
ഒന്ന് രണ്ട് ഡീപ്പ് ബ്രത്ത് ഒക്കെ എടുത്തിട്ട് ഫാമിലിയുടെ അടുത്ത് പറയൂ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി ആൻസിയ. അതെനിക്ക് ആൻസിയോട് പറയാനുള്ള ഒരു അവസരം കിട്ടിയതിലും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനി ഈ ചോദിക്കുന്ന എല്ലാവരോടും പറഞ്ഞേക്കോട്ടോ, സത്യമാണ് എനിക്കടിച്ചു, എനിക്കാകാമെങ്കിൽ നിങ്ങൾക്കും ആകാം അല്ലേ? കൊള്ളാം. അപ്പം ശരി, ഇന്നത്തെ ദിവസം അപ്പോൾ സൂപ്പർ ആയിക്കോളൂ. ഇനി അങ്ങോട്ട് ഒരുപാട് ഭാഗ്യങ്ങൾ വരട്ടെ. ഓക്കെ ആൻസി, അപ്പോൾ ബൈ. അവിടെ ആരെങ്കിലും ഉണ്ടോ അടുത്ത് നമുക്ക് കാണാൻ പറ്റിയത്? എനിക്ക് മോനുണ്ട്, മോൻ ഉറങ്ങുവാ. അയ്യടാ, വിളിക്കണ്ട. ഹസ്ബൻഡ് ഇല്ല, ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുന്നു. ഓക്കെ. മദറിലെ ഉറങ്ങിയോ? ഇല്ല, അപ്പുറത്തുണ്ട്. ഉമ്മ, ടിൻഡു എന്നാണ് പേര്, ബോച്ചേട്ടിയുടെ ഭാഗമായിട്ട് വിളിക്കുകയാണ്. മകൾക്കൊരു അടിപൊളി ഭാഗ്യം വന്ന് കയറിയിട്ടുണ്ട്. അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. അത്രയ്ക്ക് വിഷമിച്ചിരിക്കുവായിരുന്നു ഞങ്ങള്. അത് കൊള്ളാം. അപ്പൊ എന്തായാലും എന്താ പറയാ, ഈശ്വരനും ബോച്ചയ്ക്കും നന്ദി. വിശ്വസിക്കാൻ വയ്യ. ഓക്കെ ആൻസി, അപ്പോ നല്ലത് വരട്ടെ ഇനി അങ്ങോട്ട്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്, ബൈ. ഷോ, എന്തൊരു സന്തോഷമല്ലേ. പുള്ളിക്കാരത്തിക്ക് എത്ര പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉമ്മ പറയായിരുന്നു, എന്താ പറയുക, അത്രയ്ക്ക് വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസരമായിരുന്നു അപ്പോഴാണ് ഈ പൈസ കിട്ടിയെന്നുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള താങ്ക് യു ബോച്ചെ. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ടച്ചിങ് മൊമെൻ്റ് ആയിരുന്നു. ഇങ്ങനെ ഒരുപാട് പേർക്ക് ഭാഗ്യം കൊണ്ടുവരാൻ ബോച്ചയെ കൊണ്ട് കഴിയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അതെ, ബോച്ചെ ടീമിൻ്റെ ഒരു ഭാഗമായതിലും എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. കാണുന്നവരേക്കും ദിസ് ഈസ് ടിൻഡു സൈനിങ് ഓഫ് ഓൺ ബിഹാഫ് ഓഫ് ബോച്ചെ.